കെടുകാര്യസ്ഥതയും മുന്നൊരുക്കമില്ലായ്മയും കൊണ്ട് ഒരാഘോഷം 11 മനുഷ്യജീവനുകൾ കവർന്നതാണ് ഇന്നലെ ബംഗളൂരുവിൽ കണ്ടത്. ഇത്തവണത്തെ IPL കിരീടം നേടിയ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനുള്ള സ്വീകരണമാണ് ദുരന്തമായി മാറിയത്. സ്വന്തം വാഹനത്തിൽ RCBയുടെ കൊടിയുമായി ബംഗളൂരു നഗരത്തിലൂടെ ആഘോഷത്തിൽ പങ്കെടുത്ത കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുതൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ വരെ ഉത്തരം പറയേണ്ട സംഭവമാണിത്. എന്നാൽ പരസ്പരം കുറ്റപ്പെടുത്തി ദുരന്തത്തിന്റെ പാപക്കറ കഴുകിക്കളയാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. സംഭവത്തിൽ RCB മാനേജ്മെന്റിനെതിരെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വമേധയായി എടുത്ത കേസിൽ കർണാടക ഹൈക്കോടതി ജൂൺ 10 വീണ്ടും വാദം കേൾക്കും. മനുഷ്യനിർമ്മിതമായ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും? ഈ ദുരന്തത്തിൽ നിന്ന് എന്തെങ്കിലും പാഠം അധികൃതർ പഠിക്കുമോ? ആദ്യം കാണാം RDX റാവ്. ബംഗളൂരു ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി കർണാടക സർക്കാരിന് നോട്ടീസ് അയച്ചു. ദുരന്തത്തിന്റെ സാഹചര്യവും ഇത്തരം ദുരന്തം എങ്ങനെ ഭാവിയിൽ തടയാനാകുമെന്നും വിശദമായ റിപ്പോർട്ടിലുണ്ടാകണമെന്ന് ഹൈക്കോടതി. കർണാടക സർക്കാരിനും ക്രിക്കറ്റ് അസോസിയേഷനും പുറമെ RCB ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. പരിക്കേറ്റവരെ സഹായിക്കാൻ RCB കെയേഴ്സ് രൂപീകരിച്ചു. ജൂൺ 4 പരിപാടി നടത്താൻ അനുമതി തേടി കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ കത്ത് പുറത്തുവന്നതോടെ വെട്ടിലായി സർക്കാർ. ഇതോടെ വിധാൻ സൗധയ്ക്ക് സമീപം പരിപാടി നടത്തുന്ന വിവരം വൈകിയാണ് അറിയിച്ചത് എന്ന സർക്കാരിന്റെ വാദവും പോലീസ് നിലപാടും പൊളിഞ്ഞു. വിഷയം രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് BJP. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര. ദുരന്തത്തിൽ അതീവ ദുഃഖത്തിലാണെന്നും പ്രതികരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലെന്നും വിരാട് കോഹ്ലി എക്സിൽ കുറിച്ചു. എന്നാൽ ദുരന്തത്തിന് പിന്നാലെ കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. പിടിപ്പുകേടിലാണ് ആ ജീവനുകൾ പൊലിഞ്ഞത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പരിപാടി നടത്തിയത് RCBയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്നാണ്. 35,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിലേക്ക് 3 ലക്ഷത്തിലധികം ആളുകൾ എത്തിയെന്നാണ് കണക്കുകൾ. വിക്ടറി പരേഡ് നടത്തുന്ന വിവരം ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നില്ല എന്നതാണ് പോലീസിന്റെ വാദം. ഓപ്പൺ ബസ്സിൽ താരങ്ങൾക്ക് സജ്ജീകരണമൊരുക്കിയതും അനുമതിയില്ലാതെയാണെന്ന് പോലീസ് പറയുന്നു. ഫൈനൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ തെരുവിലിറങ്ങിയ ആരാധകരെ നിയന്ത്രിക്കാൻ പ്രയാസപ്പെട്ടിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ക്ഷീണിതരാണെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നത്രേ. ആളുകൾ വൻതോതിൽ തടിച്ചുകൂടിയ ശേഷവും അനുമതിക്ക് പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നാണ് പരാതി. എന്നാൽ ജൂലൈ 4 പരിപാടി നടത്താൻ കത്ത് നൽകിയിരുന്നു എന്നാണ് RCB പറയുന്നത്. വിലക്ക് ലംഘിച്ച് ആണ് RCB ഇറങ്ങിയത് എന്ന് പറയുന്നു. പരിപാടി ഒരു വേദിയിലേക്ക് ചുരുക്കണം, അല്ലെങ്കിൽ ഞായറാഴ്ചയിലേക്ക് മാറ്റണമെന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. എന്നാൽ 2 ഉപാധികളും RCB ടീം അംഗീകരിച്ചില്ല. ടീമിലെ വിദേശ താരങ്ങൾക്ക് ഉടൻ മടങ്ങണം എന്നതായിരുന്നു RCBയുടെ പ്രതികരണം. വിക്ടറി പരേഡ് നടക്കുമെന്ന പ്രഖ്യാപനം സംഘാടകർ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുകയും ചെയ്തു. സർക്കാരിൻ്റെ മട്ടിലുള്ള ന്യായീകരണങ്ങൾ ചമയ്ക്കുന്നുണ്ട്. ആളുകൾ ഗേറ്റിലൂടെ ഇടിച്ചു കയറിയതാണ് അപകട കാരണം എന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ചെറിയ ഗേറ്റുകളാണ് ഉള്ളത്. 5000 പോലീസുകാരെ നിയോഗിച്ചിരുന്നു എന്ന് DK ശിവകുമാർ പറയുന്നുണ്ട്. പക്ഷേ 3 ലക്ഷം പേരെ 5000 പേരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള പ്രശ്നമാണ് അവിടെ ഉണ്ടായി. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് DK ശിവകുമാർ ആവശ്യപ്പെടുന്നത്. ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് പരിശോധിച്ചാൽ, അപകടം നടന്നിട്ടും ആഘോഷം തുടർന്ന RCB ടീം അംഗങ്ങൾക്ക് തീർച്ചയായും വിമർശനമേൽക്കും. ആളുകൾ മരിച്ചു എന്ന വാർത്ത വന്ന ശേഷവും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഈ പരിപാടിക്ക് എത്തി എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആരോപണം ഉന്നയിച്ച് BJP ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. താരങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ നിരവധി പേർ മരിച്ചിരുന്നു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. എന്തായാലും ആ കാര്യം പോലീസൊന്നും സ്ഥിരീകരിക്കുന്നില്ല. സംഭവത്തിൽ സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനുമെതിരെ കേസെടുക്കണം എന്ന് സംബിത് പാത്ര ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലു അർജുന് വേറെ നീതിയോ എന്നുള്ള പ്രശ്നമുണ്ട്. പുഷ്പ 2 ദി റൈസ് പ്രദർശനത്തിനിടെ തിരക്കുണ്ടായി യുവതി മരിച്ച വിവാദം വീണ്ടും സജീവമായിട്ടുണ്ട്. യുവതി മരിച്ചതറിഞ്ഞിട്ടും അല്ലു അർജുൻ തിയേറ്ററിൽ തുടർന്നത് വലിയ വിവാദമായിരുന്നു. പിന്നാലെ അല്ലു അർജുനെതിരെ കേസെടുക്കുകയും ചെയ്തു, അറസ്റ്റും ചെയ്തു. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകയിലും 2 നീതിയാണോ എന്നതാണ് ഈ വിമർശനം ഉയർത്തുന്നവർ ചോദിക്കുന്നത്. ഇപ്പോൾ രുജീഷ് രവീന്ദ്രൻ ഇപ്പോൾ കൂടെ ചേരുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങളുമായി. രുജീഷ്, ഇതെന്തായാലും വലിയ സങ്കടകരമായ അവസ്ഥയായിപ്പോയി. കാരണം RCBയുടെ ഒരു വിജയം എന്നത് RCBയുടെ ആരാധകർ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നതാണ് എന്നത് ആ വിജയത്തിന് ശേഷം നമ്മളെല്ലാവരും കണ്ടറിഞ്ഞതാണ്. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ഈ കോഹ്ലിക്കൊക്കെ എതിരെ നടക്കുന്ന ഇപ്പോഴത്തെ സൈബർ ആക്രമണത്തിന് പിന്നിൽ പോലും ആ വിജയമടക്കം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്ക് കാണാതിരിക്കാനും ആവില്ല. അപ്പോൾ ഈ ഒരു ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് വലിയ വീഴ്ച സംഭവിച്ചു അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും ഹർഷൻ. കാരണം ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ ഫുട്ബോൾ താരങ്ങളോടൊക്കെയാണ് പലപ്പോഴും വിരാട് കോഹ്ലിയുടെ ഒരു പ്രശസ്തി നമ്മൾ താരതമ്യം ചെയ്യാറ്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത്രമാത്രം ആരാധകരുള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി 18 വർഷത്തിന് ശേഷം ഒരു കിരീടം നേടുന്നത് വലിയ ആഘോഷത്തോടെ ആരാധകർ ആഘോഷിക്കുമെന്നത് മനസ്സിലാക്കാൻ എന്തായാലും അവിടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ട സംവിധാനത്തിന് ഭരണാധികാരികൾ അത് മനസ്സിലാക്കണമായിരുന്നു എന്ന് തന്നെയാണ് ആദ്യം പറയേണ്ടത്. അവർക്ക് തന്നെയാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം. കാരണം RCB ഒരു 3-4 ദിവസം മുമ്പ് തന്നെ ഈ ഒരു വിക്ടറി പരേഡ് ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ഇതൊന്നും മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം വിജയിച്ചാൽ എന്തായാലും ഇത്തരം ഒരു പരിപാടി നടക്കും എന്ന് അറിയാമായിരുന്നു. പക്ഷെ അത് അത്തരം ഒരു സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് എന്ന് ഇവർക്കറിയാം. പക്ഷേ 5000 പോലീസുകാരെ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു സജ്ജീകരണങ്ങളും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത് നടക്കില്ല എന്ന കാര്യം പോലും അറിയിച്ചത് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഒരു 12:30യോടെയാണ് വിക്ടറി പരേഡ് നടക്കില്ല എന്ന് പോലീസ് പോലും അറിയിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ തരത്തിലും സജ്ജീകരണങ്ങളിൽ വലിയ പാളിച്ചകൾ ഉണ്ടായി. അതിൽ മാനേജ്മെന്റിന് വലിയ പിഴവ് കൂടിയുണ്ട്. കാരണം സൗജന്യമായി ടിക്കറ്റ് നൽകുന്നു എന്നറിയുമ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ ഇതുപോലെ സൗജന്യമായി സാരി കൊടുക്കുന്നു എന്നറിഞ്ഞ് BJP സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ മരിച്ച സംഭവങ്ങളുണ്ട്. നമ്മുടെ മുന്നിൽ പോലും അതിന് ഉദാഹരണങ്ങളുടെ ആളുകൾ മരിച്ചില്ലെങ്കിൽ കൂടി കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കൊച്ചിയിൽ നടക്കുമ്പോൾ ജേഴ്സി സൗജന്യമായി വലിച്ചെറിയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സംഭവം നേരിട്ട് കാണാൻ ഇടയായിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. സൗജന്യമായ ഒരു സംഭവം ഒക്കെ ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നടത്തുമെന്ന് കാണുമ്പോൾ ആളുകൾ കൂടും. അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. അത്തരത്തിലാണ് 35,000 ആളുകൾ മാത്രം നിൽക്കേണ്ട ഒരു സ്റ്റേഡിയത്തിലേക്ക് 2.5 ലക്ഷത്തിലധികം ആളുകൾ ആ സ്റ്റേഡിയം പരിസരത്ത് മാത്രം തടിച്ചുകൂടിയത്. അവിടെ പോലും ഒരു ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചു. കാരണം ആളുകൾ പ്രകോപിതരായി പലതും ചെയ്യുന്നതിനിടയിൽ പോലീസ് അത് ആ തരത്തിൽ ഒന്ന് സംയമനം പാലിക്കുന്നതിന് പകരം ലാത്തി ചാർജിലേക്ക് പോയി. അതാണ് ചിലരുടെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് ഒരു ഭാഗത്തുള്ള ആരോപണം. എന്തായാലും ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും പിന്നോട്ട് പോകാനാവില്ല. എന്തായാലും ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അത് ക്രിക്കറ്റ് അസോസിയേഷനെതിരെ, RCB മാനേജ്മെന്റിനെതിരെ, ഇത് സംഘടിപ്പിച്ച DNA എന്റർടൈൻമെന്റ്സ് എന്ന ഒരു കമ്പനിക്കെതിരെ, അവർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഉത്തരവാദിത്തം പരസ്പരം പഴിചാരുകയാണ് എന്തായാലും സർക്കാർ ചെയ്യുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ഒരു വിജയം ഞങ്ങളുടെ വിജയമാണെന്ന് ആഘോഷിക്കാനായിരുന്നു സർക്കാർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് DK ശിവകുമാർ നേരിട്ട് വിമാനത്താവളത്തിൽ പോയി ഈ താരങ്ങളെ സ്വീകരിക്കാനൊക്കെ മുൻകൈയെടുത്തത്. പിന്നീടാണ് ഇത് വലിയ ഒരു പാളിച്ചയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു തലത്തിലേക്ക് ഇത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് സർക്കാർ ഇപ്പോൾ കൈകഴുകുന്നത്. തീർച്ചയായും അത് ആർക്കും കൈകഴുകാവുന്ന ഒരു കാര്യമല്ല. ടീമിന്, സർക്കാരിന്, മാനേജ്മെൻറ്റിന് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കൈകഴുകാവുന്ന കാര്യമല്ല. തീർച്ചയായും മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കുറേ കൂടി മാന്യമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയായിരുന്നു. കാരണം അത്ര വലിയ ആവേശത്തിലാണ് നിന്നത് RCBയുടെ വിജയം. ക്രിക്കറ്റ് വികാരവും മതവും ഒക്കെയായി പടർന്ന മഹാരാജ്യമാണ് ഇന്ത്യ. പ്രിയപ്പെട്ട താരങ്ങൾ IPL പോലൊരു ടൂർണമെൻറ്റിൽ വിജയിച്ചാൽ ആഹ്ലാദം പങ്കിടാൻ ആരാധകർ കൂട്ടമായി എത്തും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. യാതൊരു മുൻകരുതലും സ്വീകരിക്കാതെ ആഘോഷത്തിനിറങ്ങിയ സാധാരണക്കാരായ മനുഷ്യരെ മരണമുനമ്പിലേക്ക് വിളിച്ചു വരുത്തുന്നത് പോലെയായി ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് മാനേജ്മെൻറ്റിൻ്റെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പ്രവൃത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട കർണാടക സർക്കാരിൻ്റെ പിടിപ്പുകേടും അലംഭാവവും കടുത്ത ഭാഷയിൽ വിമർശിക്കപ്പെടണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ തന്നെയാണ് RDX കരുതുന്നത്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആരാധകനെ പോലെ തെരുവിൽ അലയുന്ന കാഴ്ച മിസ്മാനേജ്മെൻറ്റിൻ്റെ നേർസാക്ഷ്യമായിരുന്നുവെന്ന് പറയാതിരിക്കാനാവില്ല. ആഘോഷങ്ങൾ സമൂഹം എന്ന നിലയിലുള്ള മനുഷ്യൻ്റെ മുന്നോട്ടു പോക്കിന് തീർച്ചയായും അത്യാവശ്യമാണ്. പക്ഷെ മനുഷ്യരാണ്, അവരുടെ ജീവനും സുരക്ഷയുമാണ് ഏറ്റവും അമൂല്യവും പ്രധാനവും. മഹാസന്തോഷത്തിൽ നിന്ന് ഒരു നിമിഷത്തിൻ്റെ ഇടവേളയിൽ കണ്ണീർ കടലിലേക്ക് വീണുപോകുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. മരിച്ചുപോയവരുടെ കുടുംബങ്ങളുടെയും പരിക്കേറ്റവരുടെയും വേദനയ്ക്കൊപ്പം RDXും ചേർന്ന് നിൽക്കുന്നു. ഒരിടവേള കൂടി.